നടിയും മോഡലുമായ ഷെഫാലി ജെറിവാലയുടെ മരണം പ്രായം കുറയ്ക്കാനുള്ള മരുന്ന് കുത്തിവെച്ചത് മൂലം. ജൂൺ 27-ന് വീട്ടിൽ പൂജ നടത്തുന്നതിനിടയിൽ ഷെഫാലി ഒരു വ്രതമെടുത്തു. അന്ന് ഉച്ചവരെ ഒന്നും കഴിച്ചില്ല. അതിനുശേഷം ആൻറ്റി ഏജിങ്ങിൻ്റെ മരുന്ന് കുത്തിവെച്ചു. അത് മാസത്തിൽ 1 മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ടാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട് എന്നിപ്പം മനസ്സിലാവുന്നു. 8 വർഷം മുമ്പ് ആൻറ്റി ഏജിങ്ങിൻ്റെ മരുന്ന് അവർ കുത്തിവെക്കാൻ തുടങ്ങി, മാസത്തിൽ ഒരിക്കൽ. കഴിഞ്ഞ ദിവസം 27-ന് അവർ പതിവ് പോലെ ഒരു വ്രതമെടുത്തു. അതിനുശേഷം ആൻറ്റി ഏജിങ്ങിന് മരുന്ന് കുത്തിവെച്ചു. അതിനുശേഷം രാത്രി അവർ മരിക്കുകയായിരുന്നു. ഈ 2002 ഹിറ്റ് ഗാനമായ കാന്തലഗ്ഗയുടെ തകർപ്പൻ വേഷത്തിലൂടെയാണ് ഷെഫാലി താരമാകുന്നത്. അക്ഷയ് കുമാറും സൽമാൻ ഖാൻ എന്നിവരോടൊപ്പം അവർ അഭിനയിച്ചു. മുജ്സേ ഷാദി കരേഗയിലായിരുന്നു അത്. അതിനുശേഷം നാച്ച ബാലിയെ, ബിഗ് ബോസ് എന്നീ ജനപ്രിയ റിയാലിറ്റി ഷോയിൽ അവരെ കാണപ്പെട്ടു. ഷെഫാലി പ്രത്യക്ഷപ്പെട്ട ബിഗ് ബോസ് 2013 നമ്മൾ കണ്ടു. അതിനുശേഷം ബിഗ് ബോസ് വിജയിയായിരുന്ന സിദ്ധാർത്ഥ ശുക്ലയുമായി ഇവർക്ക് ബന്ധം വന്നു. അയാളുമായിട്ട് പ്രണയത്തിലായി. പിന്നീട് ആ പ്രണയബന്ധം പിരിഞ്ഞു. രണ്ടുപേർക്കും ഏകദേശം 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥ ശുക്ല 40 വയസ്സ് കഴിഞ്ഞപ്പം അദ്ദേഹവും ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. ഇപ്പോൾ 42 വയസ്സുള്ള നടിയും മോഡലുമായ ഷെഫാലി ജെറിയും ഇപ്പം മരിച്ചിരിക്കുന്നു. അവർ ആൻറ്റി ഏജിങ്ങിൻ്റെ മരുന്ന് മാസത്തിൽ 1 കുത്തിവെക്കേണ്ടത്. ഒരാണ്ടിൽ 12 കുത്തിവെക്കണം. ഒരു 8 വർഷമായി ഇതിങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ വ്രതമെടുത്ത ശേഷം ഉച്ച കഴിഞ്ഞ് ഇത് കുത്തിവെച്ചപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ഹൃദയ ആഘാതമുണ്ടായെന്നാണ് വരുന്നത്. അവർ വീട്ടിൽ ഇതിന് ശേഷം അവർക്ക് രാത്രി 10-11 മണിക്ക് അവർക്ക് ചില തളർച്ചയുണ്ടായി. പെട്ടെന്ന് അവർ ബോധം കിട്ടു. അവരെ ആശുപത്രി ചെന്നപ്പോൾ അവർ മരിച്ചിരിക്കുന്നു. അവരെ മരണത്തിൽ സംശയം തോന്നിയുകൊണ്ടാണ് പോലീസ് കേസെടുത്തു. അവരുടെ ജോലിക്കാരി, കുടുംബാംഗങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ്, അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി. ഭർത്താവ് നടനുമായ പരാഗ് ത്യാഗിയാണ് ഇപ്പോൾ അവരോടൊപ്പം കഴിയുന്നത്. ആ മരണസമയത്ത് പരാഗ് ത്യാഗി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ നടിയും മോഡലുമായ ഷെഫാലിയുടെ അമ്മയുണ്ടായിരുന്നു. അവരുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. 4-5 പേരുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് പെട്ടെന്ന് ഒരു രാത്രി ജൂൺ 27 രാത്രി 10-നും 11-നും ഇടയ്ക്ക് ഒരു തളർച്ചയുണ്ടായി. അവർ പെട്ടെന്ന് താഴെ വീണു. അതിനുശേഷം അവരുടെ ബോധം പോയി. പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ മരിച്ചിരിക്കുന്നു. പ്രായം കുറയ്ക്കാനുള്ള പല മരുന്നുകളും നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ലോകത്തിലുള്ള പല സുന്ദരിമാരും അതൊക്കെ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ അവരെല്ലാം നേരത്തെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും വലിയൊരു കാര്യം എല്ലാവരും നോട്ട് ചെയ്യുന്നത്, ബിഗ് ബോസിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ ശുക്ലയും അദ്ദേഹത്തിനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. കാരണം ബിഗ് ബോസിലൊക്കെ ഹൈലി കോമ്പറ്റീറ്റീവായ ഒരു ഫീൽഡാണ്. അത് താങ്ങാൻ പലർക്കും കഴിയില്ല. പലരും അവിടെ അവശരായി ആശുപത്രിയിൽ പോയിട്ടുണ്ട്. പലർക്കും ബോധക്കേടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കോമ്പറ്റീറ്റീവ് നിലവാരം അങ്ങനെയാണ്. ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നമുള്ളവർ ഈ ബിഗ് ബോസിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മരണപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ 2 മരണം ഉണ്ടായി. 2 പേരും 40-42 വയസ്സിനിടയ്ക്കാണ് മരണപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ ശുക്ലയും അതുപോലെ തന്നെ മോഡലായ ഷെഫാലി ജെറിവാലയും. അവരുടെ പ്രശസ്തമായ കാന്തലഗയുടെ തകർപ്പൻ വിജയത്തിന് ശേഷം അവർ ബിഗ് ബോസ്, അതുപോലെ നച്ച് വാലിയെ എന്നിവയിലൊക്കെ അവർ വളരെ പ്രശസ്തമായിരുന്നു. 3 ദിവസം മുമ്പ്, മരണത്തിന് 3 ദിവസം മുമ്പ് അവർ ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തു. അവരെ ഷെഫാലി പങ്കുവച്ച ആ ഫോട്ടോഷൂട്ടിന് ശേഷം അവർ വീണ്ടും അവരുടെ പുതിയൊരു നാട്യരംഗത്തെ ചില പുതിയ മോഡലുകളുമായിട്ട് ചേർന്നുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടായിരുന്നു അവരെ ഈ ഫോട്ടോഷൂട്ടിന് തയ്യാറായത്.
ഭർത്താവ് നടനായ പരാഗ് ത്യാഗിയും അവരോടൊപ്പം അതിൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു കണ്ടിരുന്നത്. എന്തായാലും സിദ്ധാർത്ഥ് ശുക്ലയുടെ മരണം 40 വയസ്സിൽ, ഇവർക്കിപ്പോൾ 42 വയസ്സുണ്ട്. അവരുടെ മരണവും ഈ ബിഗ് ബോസിൽ വിജയിച്ച ശേഷമാണ്. അപ്പം ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ, അതിനകത്ത് വരുന്ന നടന്മാരെ, അതിനകത്ത് കോമ്പീറ്റ് ചെയ്ത് വന്നവരെയൊക്കെ തീർച്ചയായിട്ടും ആരോഗ്യപരമായ കാര്യങ്ങളെ പരിശോധിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരെല്ലാവരും ഒരു പ്രത്യേക സമയത്ത് ഏകദേശം 90 ദിവസത്തോളം അവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ്. കാരണം അതിന് വിജയിച്ച 50 ലക്ഷം രൂപയാണ് അതിന് സമ്മാനമായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ളൊരു ടെൻഷൻ അതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അത് ശരീരത്തിന് നല്ലതല്ല. അത് പിന്നീട് പല പ്രശ്നങ്ങളും അനാരോഗ്യകരമായി ഉണ്ടാകും എന്നാണ് ഇവരുടെ ഈ മരണത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രായം കുറയ്ക്കാനുള്ള ഒരു മരുന്ന് അവർ മാത്രമല്ല, ലോകത്തില്ല പല സുന്ദരിമാരും വിശ്വസുന്ദരിമാരും ചെയ്യാറുണ്ട്. പക്ഷേ അവരൊക്കെ കുറച്ച് പ്രായം ചെന്ന് കഴിയുമ്പം അവരൊക്കെ പല അസുഖങ്ങൾ കടന്ന് അവർ മരണത്തെ വരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ രീതിയിലുള്ള ഒരു മരണം തന്നെയാണ് ഷെഫാലി ജെറിവാലയുടെ എന്നാണ് എല്ലാവരും കരുതുന്നത്. ബിഗ് ബോസ് താരങ്ങളുടെ കണക്ക് നോക്കിയാൽ 7 ബിഗ് ബോസ് താരങ്ങൾ ഇതുവരെ അകാലത്തിൽ മരണമടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളത്തിലെ ബിഗ് ബോസ് താരമായി പങ്കെടുത്ത സോമദാസ് അകാലത്തിൽ തന്നെ മരണമടഞ്ഞു. തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലടക്കം ബിഗ് ബോസിൽ പങ്കെടുത്ത 7 പേർ ഇതുവരെ, ഷെഫാലി അടക്കം, അകാലത്തിൽ മരണമടഞ്ഞു എന്നാണ് വരുന്ന വാർത്തകൾ. 40-42 വയസ്സിനകം അവരെല്ലാവരും മരണമടഞ്ഞിരിക്കുന്നു. ഇത് ഈ ബിഗ് ബോസിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രഷറും അങ്ങനെ വന്നത്, അത് അനുഭവിക്കാൻ പറ്റാതെ വരുമ്പം അവർ ക്രമേണ ആരോഗ്യം ക്ഷയിച്ച് അവർ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഷെഫാലി ഏറ്റവും അവസാനത്തെ ഇരയാണ്. കാരണം അവർ ജൂൺ 27-നാണ് 42ാമത്തെ വയസ്സിൽ അവർ മരിക്കാനിടയായത്. അത് തന്നെയല്ല, വാർദ്ധക്യം വരാതിരിക്കാൻ വേണ്ടി അവർ ആൻറ്റി ഏജിങ് ആ മരുന്ന് 8 വർഷം കഴിച്ചതിൻ്റെ ഒരു പ്രതിഫലനം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ടെൻഷൻ കൂടുതലുള്ള ആൾക്കാരെല്ലാം നേരത്തെ തന്നെ പിരിഞ്ഞു പോകുന്നതിൻ്റെ എക്സാമ്പിളാണ് ബിഗ് ബോസ് താരങ്ങളുടെ മരണം.